അപ്പോൾ ഗൈസ് ദേ നമ്മുടെ മുമ്പിൽ രണ്ട് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ. ഏറ്റവും കൂടുതൽ എനിക്ക് കമന്റ് ചെയ്ത് ചോദിച്ച ഒരു കാര്യമാണ് ലാൻഡ് ക്രൂസറിനെ കുറിച്ച്. ആ ലാൻഡ് ക്രൂസറിന്റെ ഫുൾ ഡീറ്റെയിൽ റിവ്യൂ ആണ്. അപ്പോൾ ഈ രണ്ട് വണ്ടികൾ തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോണത്. ഇതിനകത്ത് ട്രാക്സിസ് ബ്രാൻഡിന്റെ മെയിൻ സാധനം ഡിഫൻഡർ ഉണ്ട്. ഇത് FMS ബ്രാൻഡിന്റെ 1/18 സ്കെയില് ലാൻഡ് ക്രൂസർ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ ഈ രണ്ട് വണ്ടികൾ തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളതും ഈ രണ്ട് വണ്ടികളിൽ പെർഫോമൻസ് ഏതാണെന്നുള്ളതും ഈ വണ്ടികളിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഏത് ബെറ്റർ വണ്ടി എന്നുള്ളതും അതിനെക്കുറിച്ചുള്ള ഫുൾ ഇൻഫർമേഷൻ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണാം. വെൽക്കം ബാക്ക് ടു സ്ലാക്സ്, വെൽക്കം ടു ആസി വ്ലോഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ലാൻഡ് ക്രൂസറിൽ നിന്ന് തന്നെ തുടങ്ങാം. ലാൻഡ് ക്രൂസർ നമ്മുടെ FMS ബ്രാൻഡിൻ്റെ 1/18 സ്കെയിൽ ലാൻഡ് ക്രൂസറാണ്. ഞാൻ ഇതിന് മുമ്പ് ഇതിൻ്റെ വീഡിയോ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട്. കുറേ നാൾ മുമ്പ്, കൊല്ലങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഈ വീഡിയോ. ഇത് ബെറ്റർ വണ്ടിയാണ്. ഇത് കുറേ നാളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. കുറച്ച് സ്റ്റെയറിൻ്റെ മേളിൽ നിന്നൊക്കെ താഴത്തേക്ക് അടി, രണ്ടാം നിലയിൽ നിന്നൊക്കെ മേളിൽ നിന്ന് താഴത്തേക്ക് അടിയ ഒരു വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പരിക്കുകളൊക്കെ ഈ വണ്ടിക്ക് പറ്റിയായിരുന്നു. പിന്നെ ഈ വണ്ടിയുടെ ബാറ്ററി ഞങ്ങളുടെ ഇരുന്ന് കംപ്ലൈൻ്റ് ആയി പോയായിരുന്നു. എന്നിട്ട് ഞാൻ ബാറ്ററിയൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ ഞാൻ പറയാം. ഇത് നമ്മൾ കുറച്ച് നാൾ മുമ്പ് എടുത്ത ഈ അടുത്ത് ഇറങ്ങിയ ട്രാക്സിസ് ബ്രാൻഡിൻ്റെ 1/18 സ്കെയിൽ ക്രൗളറാണ്. ബെറ്റർ ക്വാളിറ്റി, ബെറ്റർ പെർഫോമൻസ് എല്ലാം തരുന്ന അടിപൊളി വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടിയുടെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് വീഡിയോയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ വീഡിയോസ് ഇത് മാത്രമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറി കണ്ടാൽ മതി. അപ്പം നമുക്ക് ഈ വണ്ടിയുടെ കമ്പാരിസൺ വീഡിയോസ് കാണാം. അപ്പോൾ FMS നിന്ന് വരുന്ന റിമോട്ടാണ് ഈ റിമോട്ട്. അതായത് ബെറ്റർ റിമോട്ടാണ് കേട്ടോ, കിഡിൽ റിമോട്ടാണ്. ഈ വണ്ടിക്ക് റിമോട്ടിൽ നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കാനൊക്കെ പറ്റും, വണ്ടി ഓടിക്കാനും പറ്റും. അതല്ല, ഇതിനകത്ത് ലൈറ്റ് ഓപ്ഷൻ ഉണ്ട്, ലൈറ്റ് ഓഫ് ചെയ്യാം. പിന്നെ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ട്രിമ്മ്, സ്റ്റിയറിംഗ് സർവോസ്. ചെയ്സ് വന്നേക്കുന്നത് മെറ്റൽ ചെയ്സാണ് വന്നേക്കണത്. ഡ്രൈവ് ഷാഫ്റ്റ് വന്നേക്കുന്നത് പ്ലാസ്റ്റിക് ആണ്. പിന്നെ പോട്ടാക്സിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ സെറ്റപ്പിലാണ് ഈ വണ്ടി ഇറക്കിയേക്കണേ കേട്ടോ. പിന്നെ സെർവോ വന്നിട്ടുണ്ട്. പ്രൊപ്പോഷണൽ സെർവോയാണ്. ESC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഫിക്സ്ഡ് ആണ്. അത് നമുക്ക് ഈ ബോണറ്റയിലാണ് അവർ ഇതിനകത്ത് റിസീവറും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ബാറ്ററി മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് കുഞ്ഞ് ബാറ്ററിയാണ്. ആ ബാറ്ററി നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി പെർഫോമൻസ് കിട്ടാനും. ആ ബാറ്ററി പോയിട്ട് നമ്മൾ മാറ്റിയെന്നുള്ളൂ, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്, പക്ക ഡീറ്റെയിലിംഗ്, ഇൻറ്റീരിയൽ ഡീറ്റെയിലിംഗ് ഉണ്ട്, ടയർ ഡീറ്റെയിലിംഗ് ഉണ്ട്. ബാക്കിൽ നമുക്ക് ഏണി കാര്യങ്ങൾ, അതായത് ബാക്കിൽ സ്റ്റെയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിൽ ലൈറ്റ് വരുന്നുണ്ട്. അടിപൊളി പെർഫോമൻസ് വരുന്ന കിടിലൻ വണ്ടിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ ഷോക്കൊക്കെ അത്ര നമുക്ക് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ രണ്ട് വണ്ടിക്കും നല്ല വില വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയിലെ പെർഫോമൻസിലും ക്വാളിറ്റിയിലും വ്യത്യാസം വരും. പക്ഷേ ഇത് സ്കെയിൽ ലുക്കാണ്. FMS എന്ന് പറഞ്ഞ വണ്ടിയുടെ സ്കെയിൽ ലുക്കാണ് ശരിക്കും വന്നേക്കണത്. ഇതിനകത്ത് ഫുൾ ഇൻറ്റീരിയൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വേറെ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ട ഷോക്ക് തന്നെ മനസ്സിലാവുന്നത്. ഷോക്ക് തന്നെ തുള്ളി കളിക്കാണ്. കണ്ട ഷോക്ക് തന്നെ തുള്ളി കളിക്കണം. ഓക്കെ, ഈ വണ്ടി ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇത് നമ്മുടെ അനങ്ങണ്ടോ നോക്ക്. ഇത് നമ്മുടെ ഡിഫൻഡറാണ്. ട്രാക്സിസ് ബ്രാൻഡിൻ്റെ പക്ക ഹോബി ഗ്രേഡ് വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടിയുടെ പ്രത്യേകത കണ്ടോ, അനങ്ങണ്ടോ നോക്കി. ഇതാണ് ഷോക്കിൻ്റെ പ്രത്യേകത. അപ്പം തന്നെ ഇത് എടുത്ത് തുള്ളി കളിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓയിൽ ഷോക്കല്ല, ഇത് ഓയിൽ ഷോക്കാണ്. നമ്മുടെ ഡിഫൻഡർ ഓയിൽ ഷോക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഡിഫൻഡറിനെ കുറിച്ച് സംസാരിക്കാം. ട്രാക്സിസ് ബ്രാൻഡിൻ്റെ 1/18 സ്കെയിൽ ഡിഫൻഡറാണ്. ഇതിനകത്ത് പക്ക സ്കെയിൽ ലുക്കിലാണ് വണ്ടി വന്നേക്കുന്നത്. പക്ഷേ ഇൻറ്റീരിയർ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ലാൻഡ് ക്രൂസറിൽ പോലെ സീറ്റ് കാര്യങ്ങളൊന്നും ഇൻറ്റീരിയർ ഒന്നുമില്ല. ഇതിനകത്ത് സ്നോർക്കലും കാര്യങ്ങളും നമ്മുടെ ലാൻഡ് ക്രൂസറിലും വന്നിട്ടുണ്ട്, ഇതിനകത്തും വന്നിട്ടുണ്ട്. പിന്നെ മുകളിൽ കാരിയർ വന്നിട്ടുണ്ട്, അത് ലാൻഡ് ക്രൂസറിനും വന്നിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് വർക്കിംഗ് അല്ല ലാൻഡ് ക്രൂസറിൻ്റെ. ഡിഫൻഡറിൻ്റെ ലൈറ്റ് നമ്മൾ സെപ്പറേറ്റ് ഈ ലൈറ്റ് കയറ്റിയതാണ്. താഴത്ത് മാത്രമേ ലൈറ്റ് വരുന്നുള്ളൂ. പിന്നെ ലാൻഡ് ക്രൂസറിന് ബാക്കിൽ, നമ്മുടെ ഡിഫൻഡറിൻ്റെ ബാക്കിൽ വെറുതെ ഡമ്മി മാത്രമേ വെച്ചിട്ടുള്ളൂ. പക്ഷേ ലാൻഡ് ക്രൂസറിന് ടയർ വെച്ചിട്ടുണ്ട്. ഡിഫൻഡർ നമ്മുടെ ഡമ്മി മാത്രമാണ് വെച്ചിട്ടുള്ളൂ. ഡിഫൻഡറിന് നമുക്ക് ജാക്കി വരുന്നുണ്ട്. പിന്നെ ഈ ബോട്ടിലിൻ്റെ പേര് മറന്നുപോയി. വാട്ടർ ബോട്ടിലല്ല, പെട്രോൾ ടാങ്ക് ബോട്ടിലൊക്കെ വരുന്നുണ്ട്. ഈ ബോട്ടിലിൻ്റെ പേര് അറിയാവുന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ കിട്ടുള്ള ബോട്ടിലിൻ്റെ പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പ്ലസ് ബോഡിയാണ് വരുന്നത്. നമുക്കിത് പെട്ടെന്ന് ഊരാൻ പറ്റും. റിമൂവബിളാണ് ഡിഫൻഡറിൽ. നമുക്ക് ലാൻഡ് ക്രൂസറിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഊരാൻ പറ്റില്ല, ബോഡി റിമൂവബിളല്ല. ഇതിൻ്റെ ഉള്ളിലാണ് ESC, ബോണറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ESC ലൈറ്റ് കാര്യങ്ങളൊക്കെ കണക്റ്റഡാണ്. നമ്മുടെ ഡിഫൻഡറിൽ ലൈറ്റ് ഉള്ളിൽ വന്നിട്ടുണ്ട്. പിന്നെ ESC വരുന്നത് നല്ല പ്രൊഫഷണൽ വാട്ടർ പ്രൂഫ് ESC ആണ്. നമ്മുടെ ഇതിനകത്ത് 750 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ടൈറ്റാൻ്റെ മോട്ടർ വരുന്നുണ്ട്.
ക്രാവലിംഗ് മോട്ടറാണ് വരുന്നത്. നല്ല അടിപൊളി ഹൈ ഗിയറാണ്. നമ്മൾ ഇതിനകത്ത് സെർവോ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് മെറ്റൽ സെർവോ ആക്കിയിട്ടുണ്ട്. നല്ല കിടിലൻ പെർഫോമൻസ് സെർവോയാണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. പിന്നെ ചാസി വരുന്നത് മെറ്റലാണ്. നമ്മുടെ ലാൻഡ് ക്രൂസറിലും മെറ്റലാണ് വരുന്നത്. ഡ്രൈവ് ഷാഫ്റ്റ് ബാക്കി ലിങ്ക് റാഡൊക്കെ പ്ലാസ്റ്റിക്കാണ് വരുന്നത്. ലാൻഡ് ക്രൂസറിലും പ്ലാസ്റ്റിക്കാണ് വരുന്നത്. പിന്നെ FMS ബ്രാൻഡിൻ്റെ തന്നെ ടയർ വരുന്നത് തന്നെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. നമ്മുടെ ട്രാക്സിൻ്റെ ടയർ വരുന്നത് ഭയങ്കര വ്യത്യാസമുണ്ട്, ഡിഫറൻസ് ഉണ്ട്. പിന്നെ ട്രാക്സിൻ്റെ റിമോട്ട് ഹെവി ക്വാളിറ്റിയുള്ള റിമോട്ടാണ്. നമ്മുടെ വലിയ വണ്ടിക്കൊക്കെ വരുന്ന ട്രാക്സിൻ്റെ സ്ലാഷ് ഇതുപോലത്തെ മോഡൽസിന് വന്ന റിമോട്ട് തന്നെയാണ് അവർ നമ്മുടെ ഈ കുഞ്ഞു വണ്ടിക്ക് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ രണ്ടിൻ്റെയും വില വരുന്നത് നമുക്ക് ലാൻഡ് ക്രൂസർ ഫസ്റ്റ് പറയാം. ഈ ലാൻഡ് ക്രൂസറിൻ്റെ FMSൻ്റെ ബ്രാൻഡിൻ്റെ വില വരുന്നത് ഏകദേശം നമ്മുടെ ഇവിടെ വരുമ്പോൾ 18 രൂപ 19 രൂപ, ഡ്യൂട്ടിയുടെ വേരിയേഷൻ അനുസരിച്ച് 20 രൂപ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് ദുബായിലൊക്കെ അവൈലബിൾ ആണ്, പിന്നെ US-ലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ട്രാക്സിൻ്റെ ഈ ഡിഫൻഡറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഞങ്ങൾ കുറച്ച് പാടുപെട്ട് ഇത് ഇറക്കിയതാണ്. എന്ന് വെച്ചാൽ ഇതിനും ഏകദേശം വില വരുന്നത് $149, US ഡോളറാണ് ഇതിന് വില വരുന്നത്. ഇതും ഏകദേശം 18 രൂപ 20 രൂപ റേഞ്ചിലോട്ട് വരുന്നുണ്ട്. നമ്മൾ ഇവിടെ ഇറക്കുമ്പോൾ ഏകദേശം 22 രൂപ 23 രൂപ റേഞ്ച് എന്തായാലും പ്രതീക്ഷിക്കണം. അതിന് കുറച്ച് നൂലാമാലകളുള്ള ഒരു വണ്ടിയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ഉൾപ്പെടെ നമുക്ക് ഷിപ്പിംഗ് ഒന്നും കിട്ടില്ല. ഇതിപ്പോൾ ഞങ്ങൾ വന്നിട്ട് വണ്ടി നമ്മുടെ US-ൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വഴി അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടുവന്ന വണ്ടിയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഇറക്കുമ്പോൾ ഡ്യൂട്ടി വരും, അങ്ങനെ ഇറക്കിയേക്കുന്നവരുണ്ട്. ഇവിടെ ഇറക്കിയപ്പോൾ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ആ റേറ്റ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് വണ്ടിക്കും. അതിൽ ബെറ്റർ ക്വാളിറ്റി എന്ന് പറയാനായിട്ട് രണ്ടും നല്ല ഡിഫറൻസ്, വിലയുടെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ വരുമ്പോൾ ഏകദേശം ഈ വില രണ്ടിനും വരുന്നുള്ളൂ, അല്ലാതെ നമുക്ക് ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്. ട്രാക്സസ് ആയിട്ട് കമ്പാരിസൺ ചെയ്യാനേ പറ്റില്ല നമ്മുടെ ലാൻഡ് ക്രൂസറൊന്നും, FMSൻ്റെ കാര്യങ്ങളൊന്നും. പക്ഷേ സ്കെയിൽ ലുക്കിൽ മാരക കനമാണ്. അപ്പോൾ ഇതാണ് ഈ രണ്ട് വണ്ടിയുടെയും വില. അപ്പോൾ അടുത്ത കിടിലം വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.